ഹലോ, ഞാൻ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫാന്റെ കാറായ പോർഷെ മക്കാൻ, അതായത് 1.5 കോടിയിലേറെ വില വരുന്ന കാറിലാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഇത് പറയുമ്പം നിങ്ങൾ വിചാരിക്കും അവള് തള്ളി മറിക്കുകയാണല്ലോ എന്ന്. പക്ഷെ ഞാൻ അതിനല്ല കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം എന്നാന്ന് ചോദിച്ചാല്, ചൈനീസുകാര് എത്ര വലിയ ധനികരാണെങ്കിൽ കൂടി എന്ത് ജോലിയും ചെയ്യാൻ അവർ കാണിക്കുന്ന ആ ഒരു സന്നദ്ധതയില്ലേ, അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ജോലിയും ചെയ്യാൻ യാതൊരു മടിയുമില്ല കേട്ടോ. ഈ കുട്ടി തന്നെയാണെങ്കിൽ ഇന്നലെ അവൾ എൻ്റെ അടുത്ത് പറയാണ്, റോസി ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഫ്ലാറ്റ് മേടിച്ചു കേട്ടോ, ഹാൻസോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേടിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപയായി? അപ്പം അവൾ പറയാണ് 22 കോടി രൂപയായുള്ളൂ, ചെറിയ ഫ്ലാറ്റാണ് എന്ന് പറയാണ്. ശരിക്കും 22 കോടി രൂപയേ ആയുള്ളൂ, അതൊരു ചെറിയ പൈസയായിട്ടാണ് അവർ കാണുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടുപോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആസ്തി നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ഉണ്ട് ഇവര്. ഇത് കൂടാതെ ഇവൾക്ക് വേറെ ഫ്ലാറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. എന്നിട്ടും അവര് ജോലി ചെയ്യുന്നതും അവർ ആ ജോലിയോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെജിയാങ് പ്രോവിൻസിലെ പെൺകുട്ടികളാണ് മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു പ്രോവിൻസിൽ ആണുങ്ങൾ എപ്പോഴും താഴെയായിരിക്കും, പെണ്ണുങ്ങളാണ്. ഏത് നിങ്ങൾ നോക്കിയാൽ ഏത് ബോസുകളും പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഭയങ്കര സ്മാർട്ടാട്ടോ. ഇവിടുത്തെ പെൺകുട്ടികൾ ഭയങ്കര സ്മാർട്ടാണ്. അവർ എത്ര വേഗത്തിലാണ് ഓരോ ജോലിയും ചെയ്തു തീർക്കുന്നതെന്നറിയോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അവർ ആ ജോലി ചെയ്തു തീർത്തിരിക്കും, അത്ര സ്മാർട്ടാട്ടോ. ഇവരുടെ ബ്രെയിൻ സ്പീഡൊക്കെ ഭയങ്കരമാണ്. പക്ഷെ ആണുങ്ങൾ അത്ര വലിയ സ്മാർട്ടൊന്നുമല്ല. അവര് ഓൾമോസ്റ്റ് എല്ലാ ആണുങ്ങളും തന്നെ, ഇവിടുത്തെ ചൈനീസ് ആണുങ്ങൾ തന്നെ അവര് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാൻ തോന്നിയത്, ഞങ്ങളുടെയൊക്കെ സപ്ലയേഴ്സിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ധനികരായിട്ടുള്ള ആളായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നെ അമ്മയും അച്ഛനും അവരൊക്കെ വെറുതെ വീട്ടിൽ അങ്ങനെ ഇരിക്കുകയല്ല ഇവിടെ ചെയ്യാറ്. ഇവിടെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം ഭാര്യ ഓഫീസ് വർക്കൊക്കെ അറിയുന്ന ആളാണ്. അപ്പൊ അവര് കമ്പ്യൂട്ടറിൽ അങ്ങനെ അക്കൗണ്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്താണ്, ഇപ്പൊ ഒരു സാമ്പിള് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് ഹാങ്കർ ആക്കുക, അതാണ് ആ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ആ അമ്മ ആ ജോലി ആ ഓഫീസിൽ ചെയ്യും. അച്ഛൻ മിക്കവാറും വെയർ ഹൗസില് അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അച്ഛനായിരിക്കും. അങ്ങനെ ആ കുടുംബത്തിലെ എല്ലാവരും ജോലി ചെയ്യുക തന്നെ ചെയ്യും. എല്ലാവരും ജോലിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവര് മരിക്കുന്നോടെ വരെ ജോലി ചെയ്യും തോന്നുന്നു. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യും കേട്ടോ. പിന്നെ ഇവരുടെ ജോലി സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മുതൽ 5 മണി വരെയാണ്. ഏകദേശം 5 മണി ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓഫീസെല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് വരും. ഡിന്നർ 5:30 ആകുമ്പോഴത്തേനും ഇവർ ഡിന്നർ കഴിക്കാൻ തുടങ്ങുമല്ലോ. 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും റോഡ് ഫുള്ള് റഷായിട്ട് തുടങ്ങും. എല്ലാവരും വണ്ടിയെടുത്ത് ഓഫീസ് കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിക്കും 6-5:30 ആകുമ്പോഴത്തേനും ഡിന്നർ കഴിക്കാൻ തുടങ്ങുന്നതും അത് ഫാമിലിയോടൊപ്പം ഡിന്നർ കഴിക്കുന്നതും അതൊക്കെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അവരത്ര ഇമ്പോർട്ടൻസ് ഒന്നും, ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും അവർ ഒരു മുട്ടയോ ഒരു എന്തെങ്കിലും ബ്രെഡ് പോലെ അങ്ങനത്തെ എന്തെങ്കിലും സാധനമോ കയ്യിൽ പിടിച്ച് അവർ നടന്നുകൊണ്ടൊക്കെ ആയിരിക്കും തിന്നുന്നത്. അല്ലാണ്ട് കുക്ക് ചെയ്ത് അവർ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു സിസ്റ്റത്തെക്കാളും അവരത് പെട്ടെന്ന് കഴിച്ചിട്ട് പോകും. പിന്നെ 11:30 ആകുമ്പോഴത്തേനും ആയിരിക്കും ഇവരുടെ ലഞ്ച് ടൈം. പിന്നെ അതുപോലെ തന്നെ 5:30ക്ക് ഇവർ എല്ലാവരും ഓഫീസിൽ നിന്ന് വന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് ഇവരുടെ ഒരു സിസ്റ്റം. ഈ ഒരു സ്ഥലത്തും ഇവിടെ ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളിയും ഒക്കെ ഉണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന റെഡ് കളറിൽ കാണുന്നില്ലേ, അതൊരു ക്രിസ്ത്യൻ ചർച്ചാണ്. പക്ഷെ ആ പള്ളിയുടെ മേലെ കുരിശും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പള്ളിയുടെ മുൻഭാഗത്തായി മാത്രം ഒരു കുരിശുണ്ട്, അല്ലാണ്ട് മേലെ ഇങ്ങനെ കുരിശൊന്നും വെച്ചിട്ടില്ല. അത്യാവശ്യം വളരെ വലിപ്പമുള്ള ഒരു പള്ളിയാണ്. ഒരുപാട് ചൈനീസ് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾക്ക്, ഇപ്പം കൃത്യമായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും ഈ കാണുന്ന റെഡ് കളറിലുള്ളതാണ് ഈ സ്ഥലത്തെ ഒരു ക്രിസ്ത്യൻ ചർച്ച്. നിങ്ങൾ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഒരു കുരിശ് കാണാൻ പറ്റത്തില്ലേ, അതാണ് കണ്ടില്ലേ, ഇതാണ് ക്രിസ്ത്യൻ ചർച്ച്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ എഴുതുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു.